വിഷ്ണുമായ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അവരെയൊക്കെ കൂടെ വെച്ചോളൂ പറഞ്ഞിട്ട് ക്ഷേത്രം കെട്ടി ക്ഷേത്രത്തിനകത്ത് കൊടുത്തു. പക്ഷേ അതിൻ്റെ അവകാശിയായ ഒരു വ്യക്തി, അവരുടെ മുത്തശ്ശൻ പശുവിനെ മേയിച്ച് തോട്ടത്തിൽ നടക്കുന്ന സമയത്ത്, അതായത് തെങ്ങിൻ തോപ്പിൽ നടക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് ശിവനും ശക്തിയും പുത്രന്മാരുമായിട്ട്. അതായത് വനത്തിൽ അന്തരീക്ഷത്തിൽ അവർ പോകുന്ന സമയത്ത് അവിടെ തണുപ്പ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിരുന്നു. ഈ ശക്തികൾക്ക് പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മനുഷ്യര് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവർക്കൊരു വരം കൊടുക്കണമെന്നാണ്. അലിഖിത നിയമമാണ് ദൈവീകതയുടെ, അതായത് പ്രപഞ്ചത്തിൻ്റെ തന്നെ അലിഖിത നിയമമാണ്. അന്ന് ഈ എഴുന്നള്ളത്തൊന്നും പറയാൻ അറിയില്ല, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കാവോ, കൂടെ പോയി. അതാണ് അനുഗ്രഹം കിട്ടിയ വരം കിട്ടിയത്. അവിടെ ഇരുത്തി ആ ആൾക്കാർക്ക് പകരമാണ് വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആൾക്കാരെ. മുത്തശ്ശനായിട്ടും മുത്തശ്ശിയായിട്ടും എല്ലാം ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു മണ്ണടിഞ്ഞ ആത്മാക്കളെല്ലാം ഈ ശക്തിയോടുകൂടെ ചേർന്ന് നിൽക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ അത് പ്രേതാത്മാവാകും. മനസ്സിലായി? എല്ലാ മനുഷ്യരും പ്രേതാത്മാക്കളാവില്ല. ദൈവികതയെ അറിഞ്ഞ ആൾക്കാർ ദൈവികതയിൽ തന്നെ വിലയം പ്രാപിക്കും. നമ്മൾ വായു ശ്വസിക്കുന്നുണ്ട്. വായുവിനെ നമ്മൾ ഈശ്വരനായി കണ്ട വായു നമുക്ക് ഈശ്വരനായി തന്നെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഈശ്വരനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഗുരുക്കന്മാരുടെ ആവശ്യം? അത് ഗുരുക്കന്മാരോട് ചോദിക്കൂ. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്നത്? ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെയല്ലേ ഇവരെ എല്ലാവരെയും. ആദ്യകാലത്ത് ഞാൻ ചോദിക്കുന്നത്, ആദ്യകാലത്ത് അപ്പൂപ്പന്മാര് ഗുരുക്കന്മാരെ നിയമിച്ചിട്ടായിരുന്നോ കുടുംബത്തിൽ ഒരു വിളക്ക് കത്തിക്കണേ? അല്ല. ഗുരു പറഞ്ഞിട്ടാണോ കുടുംബത്തിനകത്തൊരു തിരി കത്തിച്ചു വെക്കണേ? പണ്ടത്തെ കാലത്ത് മണ്ണെണ്ണ ഉണ്ടായിരുന്നു. മണ്ണെണ്ണയ്ക്ക് മുന്നേ എന്തായിരുന്നു? വെറും വിറക് കൊള്ളി ഉണ്ടായിരുന്നു, അതിൽ കത്തിച്ചു വെക്കും. പിന്നെ അത് അനുഭവിച്ചറിഞ്ഞു, അതിനെ എണ്ണ ഉണ്ടാക്കി തുടങ്ങി. പച്ചില ചാറിൽ നിന്ന് മനുഷ്യൻ അഗ്നി കത്തിച്ചിട്ടുണ്ട്. പച്ചിലകളുടെ ചാറിൽ നിന്ന്, അല്ലേ? അത് അഗ്നി കത്തിയിട്ട് അതിൽ നിന്നും പ്രകാശം പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആദ്യകാലം മുതൽ ദൈവികം നമ്മളോട് കൂടെ ഉണ്ട്. അതിനെ തിരിച്ചറിയേണ്ടതാണ് നമ്മളുടെ കടമ. അതിന് പകരം നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇനി അഥവാ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് തരുന്ന ആളിൻ്റെ അടുത്ത് എത്തിയല്ലേ വേണ്ടു. അപ്പൊ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ദൈവം, ഇതാണ് നിങ്ങളുടെ ശക്തി. ദൈവം ഒന്ന് വിട്. തിരിച്ചറിയിക്കുന്ന ആളല്ലേ ഗുരു എന്ന് പറയുന്നത്? ആ ഗുരു, അത് ഗുരുക്കന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാവും. ഇവിടെ എന്നെ സംബന്ധിച്ചിട്ട് ഇവിടെ വരുന്ന അനേകം പേരുണ്ട്. അനേകം എന്ന് പറഞ്ഞാൽ എണ്ണിയാ ഒടുങ്ങാത്ത ആൾക്കാരെയൊന്നും ഇവിടെ വരത്തില്ല. ആവശ്യക്കാര് അറിഞ്ഞു വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേ, ഇന്ന രീതിയിൽ. നിങ്ങൾക്ക് മന്ത്രം, ആദ്യം എല്ലാവരും പറയോ മന്ത്രം ജപിക്കാൻ പേടിയാണ് പറയും. അപ്പോൾ സംസ്കൃതത്തിൽ മാത്രമല്ല മന്ത്രം. മലയാളം പഠിച്ച ആൾക്കാർ, മലയാളികൾ ആദ്യം മുതലേ മലയാളം ദൈവങ്ങളെയല്ലേ വെച്ച് ആരാധിച്ചേ? ആണോ? തമിഴ് ദൈവങ്ങളെ ആരാധിച്ചു. അവനവന്റെ ഭാഷ സംസാരിക്കുന്നതാണല്ലോ അവരവരുടെ ഈശ്വരനെന്നോ ദൈവമെന്നോ പറയുന്നേ. സംസ്കൃതം എപ്പോഴാ ഉണ്ടായേ? സംസ്കൃതത്തിലേക്ക് നമ്മൾ ദൈവത്തെ വിളിച്ചില്ലല്ലോ. അമ്മാന്നും അച്ചാന്നും വിളിക്കാൻ സംസ്കൃതം പഠിക്കേണ്ട ആവശ്യമില്ല, ആണല്ലോ. അപ്പൊ ആദ്യകാലം മുതൽ അവരവരുടെ കുടുംബത്തിലിരുന്ന അപ്പൂപ്പനെയോ അമ്മുമ്മയെയോ അമ്മയെയോ ഒക്കെ അവരങ്ങനെ വിളിച്ച് ശീലിച്ചു. ആ വിളിച്ചാൽ മതി. പിന്നെ പിൽക്കാലത്ത് അവർക്ക് നാമങ്ങൾ വന്നു തുടങ്ങി, അനേകം നാമങ്ങൾ, അല്ലേ? അപ്പോ അവരാണോ ഈ ശിവൻ വിഷ്ണു എന്നൊക്കെ പറയുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത്? ആ രീതിയിൽ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ശിവനായി ശക്തി കാണാൻ സാധിച്ചാൽ ശിവന്റെ രൂപം നമ്മൾ പ്രത്യേകിച്ച് വരച്ച് മനസ്സിലാക്കി വെക്കണ്ട. ശിവരൂപം എനിക്ക് യഥാവിധി ശിവരൂപം കാണണം എന്ന് പറഞ്ഞാൽ ആ കൃത്യമായ ശിവൻ എന്ന ഒരു പവർ ഉണ്ടെങ്കിൽ കണ്ടിരിക്കും ഉറപ്പായും. വിഷ്ണു എന്ന ഒരു പവർ ഉണ്ടെങ്കിൽ കണ്ടിരിക്കും. ഉണ്ടെങ്കിൽ എന്നല്ല, എല്ലാം ഉണ്ട്. ഏകം അനേകമാകുന്നതാണ് ദൈവികത എന്ന് പറയുന്നത്, ഈശ്വരീയത എന്ന് പറയുന്നത്. അവർക്ക് സാധ്യമാണ്. കാരണം നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അവർക്കറിയും. മനസ്സിലായില്ലേ? ആ അറിയുന്നവർക്ക് നേരിട്ട് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളേക്ക് അറിയിപ്പ് നൽകാനും ആ ഉറപ്പുണ്ടാക്കാനും അവർക്ക് സാധിക്കും. ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കുലദേവതാ പ്രശ്നങ്ങളായിട്ട് വരുന്ന അനേകം പേരുണ്ട്. അവർ പറയുന്നത്, ഓരോരുത്തർ പറഞ്ഞു തരുന്നത് ജ്യോതിഷ വിധി പ്രകാരം ഇന്ന ദൈവങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മൂർത്തികളാണ് ഉണ്ടായിരുന്നത്, അവരെ ഒഴിവാക്കി അല്ലെങ്കിൽ മറ്റേവരെ ഒഴിവാക്കി ഇപ്പം ഇനിയിപ്പോൾ അതല്ല എങ്കിൽ പകരം വേറൊരെണ്ണം വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അതാകുക. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് സ്ഥലവും ആൾക്കാരെയും പറയാതെ തന്നെ പറയാം. ഒരു സ്ഥലത്ത് വലിയൊരു ക്ഷേത്രം പണിതു, അവർ കോടികൾ ചിലവാക്കി അടുത്ത കാലത്ത് ക്ഷേത്രം ഉണ്ടാക്കി. അതായത് അവർക്ക് കുലദേവത ഉണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണെന്ന് പൂർവികർ കൈമാറി കൊടുത്തില്ല. അതിന് കാരണം പറഞ്ഞുതരാം ഉണ്ണി. ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, അപ്പൂപ്പനെന്നും അമ്മുമ്മയെന്നും ഒക്കെയാണ് വിളിച്ച് അവർ ശീലിപ്പിച്ചത്. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ പേരുകൾ ഇന്നതാണ് എന്ന് ജനിച്ചു വരുന്ന തലമുറയ്ക്ക് കൈമാറി കൊടുത്തില്ല. അതിൻ്റെതായ തിക്തഫലമാണ് അവരെ വിളിക്കാൻ ഇവർക്ക് അറിയണില്ല. എന്ത് വിളിക്കണം, എന്ത് പേര് ചൊല്ലി വിളിക്കണം എന്ന്. ഇപ്പം നമ്മൾ സഹസ്രനാമങ്ങൾ ഓരോ ദൈവങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. ഈ എല്ലാ നാമവും വിളി കേട്ട് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ അമ്പലങ്ങളിൽ വെച്ചിട്ട് സഹസ്രനാമങ്ങൾ ചൊല്ലി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ദൈവികതയല്ല ഈശ്വരീയതേനെ ആരാധിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാത്തതിൻ്റെ ഒരു ദോഷവശം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്ന ആ കുട്ടിയോട് പറഞ്ഞ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുലദേവത ഉണ്ട് എന്നറിയാം, പക്ഷെ അത് ആരാന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ജ്യോത്സ്യന്മാരെയും പൂജാരിമാരെയും വിളിച്ചു ഇതാക്കി. പക്ഷെ അവർക്ക് കൃത്യമായി അത് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ പകരം ഇന്ന ആളെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പകരം വെപ്പിച്ചു. കാരണം അവർ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാണ്, ഭദ്രകാളിയും വിഷ്ണുമായ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്, അവരെയൊക്കെ കൂടെ വെച്ചോളൂ പറഞ്ഞിട്ട് ക്ഷേത്രം കെട്ടി ക്ഷേത്രത്തിനകത്ത് കൊടുത്തു. പക്ഷേ അതിൻ്റെ അവകാശിയായ ഒരു വ്യക്തി വളരെ വേദനയോടുകൂടി ഇവിടെ വന്നു. ക്ഷേത്രം കൊടുത്തിട്ടും എൻ്റേതായ ബുദ്ധിമുട്ടുകൾ, എൻ്റേതായ ദുരിതങ്ങൾ, എൻ്റേതായ ദുർഘടങ്ങൾ മാറുന്നേയില്ല. അടിക്കടി മേലേക്ക് മേലെ ബുദ്ധിമുട്ട് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൻ്റേതായ ഒരു ഇത് കണ്ടുപിടിക്കാൻ ഞാൻ പിന്നെയും പല ആൾക്കാരുടെ അടുത്ത് പോയി, പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയി, പല രീതിയിൽ നോക്കി, സാധിച്ചില്ല. അമ്മയുടെ ഇത് കണ്ടപ്പോഴൊന്ന് മനസ്സിലാക്കിയിട്ട് ഓടി വന്നാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല കുഞ്ഞെ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവരുടെ മുത്തശ്ശൻ പശുവിനെ മേയിച്ച് തോട്ടത്തിൽ നടക്കുന്ന സമയത്ത്, അതായത് തെങ്ങിൻ തോപ്പിൽ നടക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് ശിവനും ശക്തിയും പുത്രന്മാരുമായിട്ട്. അതായത് വനത്തിൽ അന്തരീക്ഷത്തിൽ അവർ പോകുന്ന സമയത്ത് അവിടെ തണുപ്പ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാമെന്ന്. അത് അടുത്ത ചോദ്യമാണ്. അറിയാവുന്നത് കൊണ്ടാണ് കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും പറഞ്ഞു തന്നെ. ശിവപാർവതിമാരും അവരുടെ പുത്രന്മാരുമാണ്. അവിടെ ഇറങ്ങിയപ്പോൾ ഈ മുത്തശ്ശന് ഇങ്ങനെ ഒരു എന്തോ ഒരു എനർജി, നമ്മളെ ഇപ്പോഴങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ, എന്തോ ഒരു എനർജി ഇവിടെ ചുറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം, ആ നിഷ്കളങ്കത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പശുവിൻ്റെ ആ ഒരു പ്രകടനം, എന്തോ ഒരു ശക്തിയെ കണ്ടപ്പോൾ ഉള്ള ഒരു വ്യത്യാസം. മൃഗങ്ങൾക്കാണല്ലോ അത് പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു നിഴല് മാതിരി തെങ്ങിൻ തോപ്പിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി, വേഗം ഒരു ഇളനീര് വെട്ടി അവിടെ വെച്ചു. എന്തോ ഏതോ ഒന്നൊന്നും അറിയില്ല, വെച്ചു. കുഞ്ഞു ചോദിച്ചില്ലേ ദൈവിക എന്താണ്, ഈശ്വരീയത എന്താ, ഇതൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്താണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ശക്തികൾക്ക് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യര് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവർക്കൊരു വരം കൊടുക്കണമെന്നാണ് അലിഖിത നിയമമാണ് ദൈവികതയുടെ, അതായത് പ്രപഞ്ചത്തിൻ്റെ തന്നെ അലിഖിത നിയമമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എഴുന്നള്ളാവോ, വരാവോ. അന്ന് ഈ എഴുന്നള്ളത്തൊന്നും പറയാൻ അറിയില്ല, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കാവോ. കൂടെ പോയി. അതാണ് അനുഗ്രഹം കിട്ടിയ, വരം കിട്ടിയത്. അവിടെ ഇരുത്തി. ആ ആൾക്കാർക്ക് പകരമാണ് വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആൾക്കാരെ. ഓരോ കാലഘട്ടത്തിന് ഓരോ ആൾക്കാരെ പിടിച്ചു വെക്കുമല്ലോ. അവരെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമ്പത്ത് ഉണ്ടാക്കാം എന്നുള്ള ഒരു ധാരണ വരുത്തി കൊടുക്കുകയാണ് മനുഷ്യന്മാർ. അപ്പോൾ ഈ യഥാർത്ഥ ശക്തിയാണ് മനസ്സിലാക്കാതിരിക്കുന്നത്. ആ ശക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ശക്തി എന്തുകൊണ്ട് ആ ശക്തി ഇത്രയും കാലഘട്ടം അവരുടെ കുടുംബത്തെ പരിപാലിച്ചു. മുത്തശ്ശനായിട്ടും മുത്തശ്ശിയായിട്ടും എല്ലാം ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു മണ്ണടിഞ്ഞ ആത്മാക്കളെല്ലാം ഈ ശക്തിയോടുകൂടെ ചേർന്ന് നിൽക്കുകയാണ്. അതാണ് സ്വർഗത്തിൽ വസിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ശക്തിയോടുകൂടെ ചേരുകയാണ് അവരെ, ശക്തിയിൽ ലയിക്കുകയാണ്. അപ്പോൾ ഈ ശക്തിക്ക് ക്ഷീണം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദൈവിക ആത്മാവിന് ക്ഷീണം സംഭവിക്കും. കേട്ടോ, മനുഷ്യൻ പ്രേതാത്മാവാണ്.
മനുഷ്യൻ മരിച്ചാൽ അത് പ്രേതാത്മാവാകും. മനസ്സിലായി? എല്ലാ മനുഷ്യരും പ്രേതാത്മാക്കളാവില്ല. ദൈവികതയെ അറിഞ്ഞ ആൾക്കാർ ദൈവികതയിൽ തന്നെ വിലയം പ്രാപിക്കും, ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ ഈ ശക്തികൾക്കെല്ലാം ഈ ബാധകളെന്ന് പറയുന്നത് ദൈവികതയും മനുഷ്യരും കൂടെ ഒത്തുചേരുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ മനുഷ്യരൂപങ്ങളിലുള്ള ആത്മാക്കളെ ഒഴിവാക്കണം. അതിന് ഹോമം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യകാലങ്ങളിലുള്ള ഓരോ ഋഷിമുനിമാർ. ഹോമം, ആ ഹോമം ചെയ്ത് ഹോമിക്കുക പറഞ്ഞാൽ നമ്മുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഹോമം. അപ്പോൾ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി ശക്തികളെ പ്രത്യേകം മാറ്റിയെടുത്ത് ശക്തിക്ക് വീണ്ടും ശക്തിയും ചൈതന്യവും പൂജകൾ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ശക്തി വീണ്ടും പ്രവർത്തനക്ഷമമാവും. എത്രയോ ക്ഷേത്രങ്ങൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതുപോലെ പല പല കാരണങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനെ എന്നിട്ട് അവർക്ക് അവരുടെ സമ്പത്ത് എന്ന് പറയുന്ന അവരുടെ പൂർവികരെന്ന് പറയുന്ന ശക്തികളെ കൈമാറി കൊടുക്കുക. അവരുടെ സ്വത്തല്ലേ, അവരുടെ അവകാശമല്ലേ, ആ അവകാശം അവർക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കുക. സന്തോഷത്തോടെ അവർ കൊണ്ടുപോകും. ഒന്നുമില്ല, ഒരു ഹാരത്തിലാണ് അമ്മ കൊടുക്കുക. ചിലർ പറയും ഈ ഹാരത്തിൽ തന്നെ നമുക്ക് എപ്പോഴും സൂക്ഷിക്കണമല്ലോ. എന്നാൽ അതൊരു രുദ്രാക്ഷത്തിലായിക്കോട്ടെ, അല്ല നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെയാണെങ്കിലും ഇങ്ങനെ മേടിക്കാമല്ലോ നിങ്ങളിൽ തന്നെ. അപ്പോൾ അത് അവരിൽ തന്നെ ഉണ്ടാകുന്ന ഊർജത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അനുഭവിച്ചറിയാൻ കഴിയും. അവിടെ ദീക്ഷയുടെ ആവശ്യമില്ല. എന്താ ദീക്ഷ? ഒരു ദക്ഷിണ പോലെ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം പോലെ കൊടുക്കുന്നതാണ്. അനുഗ്രഹം ദീക്ഷ കൊടുക്കുന്നവർക്കെല്ലാം അനുഗ്രഹം കിട്ടുന്നുണ്ടോ? അല്ല, കിട്ടുന്നില്ലല്ലോ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് എല്ലാവരും പരാതി പറയില്ലല്ലോ. 6-7 ദീക്ഷ വാങ്ങിയ ആൾക്കാരും ഇതിപ്പോൾ ഈ അടുത്ത കാലത്തൊരു സ്ത്രീ വന്നിട്ട് ഭയങ്കര കരച്ചിൽ കരഞ്ഞു. 3 ഗുരുക്കന്മാരാണ് പറ്റിച്ചിരിക്കുന്നത്, എത്രയോ രൂപ. അപ്പം ഞങ്ങൾക്ക് ദീക്ഷ തരാമെന്ന് പറഞ്ഞിട്ട് ദീക്ഷയും തന്നു, പക്ഷെ എനിക്കൊരു അനുഗ്രഹമായിട്ട് കിട്ടുന്നില്ല. അവർ പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ആയിട്ടില്ല, നിങ്ങളുടെ ഇത് ശരിയായിട്ടില്ല, നിങ്ങളുടെ ഭാഗം കൃത്യമല്ല എന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കുലദേവതയോ കുടുംബദേവതയോ പരദേവതയോ ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിലുള്ള ആളാണ്. ആ ആൾക്ക് ആഗ്രഹമുണ്ട് ഒരു ദൈവികതയെ. അതിനു വേണ്ടി ഇനി അതിനെ ഒരുക്കിയെടുക്കണം. എന്താ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ഏത് അമ്മയാണോ ഏത് അച്ഛനെയാണോ ഇഷ്ടം. അപ്പോൾ അവരുടെ ഉള്ളിൽ വസിക്കേണ്ട ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഈ ശക്തി അവരുടെ തന്മാത്രകളുമായിട്ട് ചേരുന്നതാണ്. അവിടെ ശാസ്ത്രം വേണം, സയൻസ് വേണം, എന്ന് പറഞ്ഞില്ലേ നേരത്തെ, എല്ലാ വിജ്ഞാനം വേണം. അപ്പോൾ അവരെ മനസ്സിൽ കണ്ടുപിടിച്ച് അവർ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ മനസ്സിൽ ഇന്ന മന്ത്രങ്ങൾ ചൊല്ലൂ. മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? മനനേന ത്രായതഃ മന്ത്രഹ എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സകല ആർക്കും അറിയാം മന്ത്രം എന്താണ്. പക്ഷെ ഈ മന്ത്രം എന്തുകൊണ്ട് എല്ലാവരും ചൊല്ലുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അത് ചില ആളുകൾക്കൊരു പലപ്പോഴും ധാരണയുണ്ട്, ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷം നമുക്ക് വന്ന് ചേരുമോ? എങ്ങനെ ദോഷം വരും? മന്ത്രങ്ങൾ യഥാവിധി അല്ല ചൊല്ലുന്നതെങ്കിൽ ദോഷം വരുമെന്ന്. മന്ത്രത്തിന് യഥാവിധിയൊക്കെ നിശ്ചയിച്ചതാരാ? മനുഷ്യർ തന്നെയല്ലേ? അതെ. അമ്മാന്നും അച്ഛാന്നും വിളിക്കുന്നതിന് പല ടോണുകളിൽ വിളിക്കാം അല്ലേ? ചില കുഞ്ഞുങ്ങൾ വിളിക്കില്ലേ, അമ്മേന്ന് നീട്ടി വിളിക്കും, ചിലര് അമ്മാന്ന് വിളിക്കും. അങ്ങനെ പല ടോണുകളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോരുടെ ടോൺ ഇഷ്ടമാണ്, അങ്ങനെ വിളിക്കാൻ ഇഷ്ടമുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് മഹേശ്വര എന്ന് വിളിക്കാൻ തോന്നിയാണ്, അത് മഹേശ്വരൻ തന്നെ വിളി കേൾക്കും. മഹേശ്വര എന്ന് വിളിച്ചാലും മഹേശ്വരൻ, മഹേശ്വര അവിടെ വിളിക്കുക. ഇതെല്ലാം ഒരാളായിരിക്കെ ആൾ വിളി കേട്ടിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളിലെ തന്മാത്ര, നമ്മൾക്ക് അർഹിക്കുന്ന തന്മാത്ര ഏതാണ്, നമ്മുടെ തന്മാത്രകൾ ഏതാണ്, അവിടെയാണ് വിജ്ഞാനം വരുന്നത്, ശാസ്ത്രം വരുന്നത്. യഥാ ദൈവം ശാസ്ത്രമാണ് പിന്നെ. അതല്ലാന്ന് ആര് ഖണ്ഡിച്ചാലും സമ്മതിച്ചു തരാൻ പറ്റില്ല. കാരണം ശാസ്ത്രം വെച്ച് കളിക്കാൻ തുടങ്ങുന്ന ദൈവികതയാണ്, ഈശ്വരീയതയാണ് പറയുന്നത്. ആ ശാസ്ത്രമാണ് ദൈവികത. ഇപ്പോൾ ഓരോ ആളുകൾക്കും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. ഓരോ ഗുരുക്കന്മാർ വരുന്നതും ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിനിടയിൽ ചോദിച്ച സമയത്ത് പറഞ്ഞതാണ് വിവേകാനന്ദ സ്വാമി. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇങ്ങനെയുള്ള സിദ്ധികൾ വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞത്, നിന്റെ ലക്ഷ്യം ഇതല്ല, നിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്, അത് തേടിപ്പോകൂ, ഈ സിദ്ധികളിൽ ഭ്രമിച്ചിരിക്കാതെ എന്ന് പറഞ്ഞ്
അദ്ദേഹത്തിനെ മറ്റൊരു രീതിയിലേക്ക് വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അമ്മയുടെ ലക്ഷ്യം എന്താണ്? ഉണ്ണി, അമ്മയുടെ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം പറയാനുള്ള സമയമായിട്ടില്ല. മനസ്സിലായോ? കാരണം എനിക്ക് എന്നെ നിയോഗിച്ച ഒരു ഈശ്വരീയതയുണ്ട്. ഈശ്വരീയത അവിടുന്ന് എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോണേ. അപ്പോൾ ചില കാര്യങ്ങൾ ചിലത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളെങ്കിലും ഇനി അത് എടുത്ത് വീണ്ടും തുടങ്ങണം, ആരംഭിക്കണം. തുടങ്ങി വെച്ചെടുത്ത് നിർത്തി വീണ്ടും നടക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു മുത്തശ്ശിയായിട്ട് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞായാലും അമ്മ വിളിക്കുന്നതിനെക്കാട്ടിലും മുത്തശ്ശി വിളിച്ചാൽ വളരെ ഇഷ്ടമാണ്. ഒരു കുടുംബത്തിനകത്ത് ഒരു അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കൂടെ എത്രയോ പേരുണ്ട്. ആൻറ്റിമാരുണ്ട് അല്ലേ, അമ്മായിമാരുണ്ട്, ചെറിയമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, മുത്തശ്ശിമാരുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ രൂപങ്ങളും ഉണ്ട് അവിടെ. ഇവരെല്ലാവരും സ്ത്രീകളാണ്. ആണോ? പക്ഷെ പലതായി വിളിക്കണു നമ്മള്. ആണോ? പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇടയ്ക്ക് ഒരു വളരെ വലിയൊരു ഉദ്യോഗസ്ഥനുമാണ് അദ്ദേഹം. ഭയങ്കര ഈ പറഞ്ഞതുപോലെ ഉണ്ണി പറഞ്ഞതുപോലെ ഗുരു സ്ഥാനീയനും ഒക്കെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് എന്നോട് വളരെ സ്നേഹത്തോടു കൂടി നല്ല സംസാരിക്കാൻ വേണ്ടി വന്നാണ്. പക്ഷെ 1 മണിക്കൂറാണ് അമ്മ കൊടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ആ 1 മണിക്കൂറിനുള്ളിൽ ചോദിക്കണമല്ലോ. എന്നോട് ചോദിച്ചു, എന്താണ് ലക്ഷ്യം? കുഞ്ഞു ചോദിച്ച പോലെ. ലക്ഷ്യം പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ ഡ്യൂട്ടി എന്താണ് പ്രധാനമായിട്ട്? കുട്ടികളെ പലപ്പോഴും അല്ല, കുട്ടികളെ സംരക്ഷിക്കാൻ മുത്തശ്ശിമാർക്ക് അത്ര വലിയ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ക്ഷമ എന്ന് പറയും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ക്ഷമ കുറവാണല്ലോ. അതുകൊണ്ട് മുത്തശ്ശി വൈകുന്നേരങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഒരു മുറവും ചൂലും എടുക്കും, പുറത്തേക്ക് ഇറങ്ങും. എന്തിനാ? അടിച്ചു വാരി തൊടിയും വീടും തൊടിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ അല്ലേ? അങ്ങനെ നമുക്ക് ആയിക്കൂടെ? ഒരടിച്ചു വാരി തീയിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കല്. ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ ഒരു മുത്തശ്ശിയുടെ രൂപം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഹൈന്ദവത എന്ന് പറയുന്നത് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നതാണ്. ഇപ്പോ പല മാർഗങ്ങളാണ് ഇതിലേക്ക്. അദ്ദേഹം വേറൊരു കാര്യം കൂടെ എന്നോട് ചോദിച്ചു. അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അമ്മയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഒന്നും തുറന്നിങ്ങനെ പറയില്ല, ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ വഴുക്കി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാതെ ഇപ്പോൾ അല്ലാത്ത രീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനേ ഉള്ളൂ, പറഞ്ഞു തീർക്കാൻ കുറവാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്?